ഹലയ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. കരളിത കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം. കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും. നെനികരെ ദെർനെറ്റാം അയമനന് ദല യഥജനകരെ 2025 ഏപ്രിൽ 07 വരെയുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി കരളിത കമ്പനി നെനികരെ ദെർനെറ്റാം ഉപവിഭാഗത്തിൽപ്പെടുന്നു. 49 ഓർഗനൈസേഷനുകൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡറുകളുടെ പട്ടിക കാണാം. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്. 10 പോയിന്റിൽ 1.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി ആകെത്തുക 2 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ ഞങ്ങൾ കാണും മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.9 പോയിന്റാണ്. സ്കോറിനെതിരെ 1.5 പോയിന്റ് അലിഗരെ ഡെംററ്റ്. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. നെനികരെ ഡെംററ്റ് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണും. നെനികരെ ഡെംററ്റ് 226% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ 59.5%. ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ വിപണി മൂലധനം നെനികരെ ഡെംററ്റ് മൂല്യം $173.55 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $641 ബില്യൺ ആണ്. നെനികരെ ഡെംററ്റ് 27.091% വിഹിതവും ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളുമാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $4.71 ബില്യൺ. $58 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം. നെനികരെ ഡെംററ്റ് 8.121% വിഹിതം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ധനികരെ ഡെംററ്റ് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ 27.091%. പുസ്തക മൂല്യം 8.121%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 70% കുറവാണ്. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $0.23 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 5%. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള സ്കോർ വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 375.6 ആണ്. 104.8 എന്ന ഉപവിഭാഗ ശരാശരിയിൽ ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 72% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $462 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $790 മില്യൺ. നിലവിലെ സമയത്തേക്കാൾ 71.1% കൂടുതലാണിത്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ റേറ്റിംഗ് നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യം മുതൽ റവന്യൂ ബാലൻസ് 60.6 ആണ്. ഉപവിഭാഗ ശരാശരി 7 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 766% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്.
കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $2,870 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $4,900 മില്യൺ. ഇത് നിലവിലുള്ളതിനേക്കാൾ 71% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1. വിൽപ്പന മാർജിൻ 16.1%. ഉപവിഭാഗത്തിൽ ശരാശരി 6.7%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 9.4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 1.445%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 1775% കുറവാണ്. ഇത് കമ്പനിയുടെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു. മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $44,101 ആണ്. ഉപവിഭാഗത്തിന് ഇത് $2,352 ആണ്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1775%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം $117,400 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $22,400. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 423%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $728,000 ആണ്. ഉപവിഭാഗം പ്രകാരം $335,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 117%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഓഹരികൾ 2.8% കുറവാണ്. ഉപവിഭാഗ ശരാശരി 2.9%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സാങ്കേതിക സൂചകം GE14 കമ്പനിക്ക് 37% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 33%. സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ വിലമതിക്കുന്നു. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $74.02 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $94.17 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 27%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പൊതുജനങ്ങൾക്ക് വളരെ നന്ദി.